വന്ദേമാതരം ആദ്യ ഭാഗം മാത്രമേ ചൊല്ലൂ. ഇത് UDFന്റെ നിലപാടാണ്. PK കുഞ്ഞാലിക്കുട്ടി. വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലേണ്ടതില്ലെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഇതുവരെ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല. കോൺഗ്രസിന്റെയും UPAയുടെയും പരിപാടികളിൽ വന്ദേമാതരത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് ആലപിച്ചിരുന്നത്. അതുതന്നെയാണ് തങ്ങളുടെ നയമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സംസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായി പാടണമെന്നുള്ള ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിനെ ചൊല്ലിയുള്ള വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാനാകൂ എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. സർക്കാരിന്റെ അറിവോടെയാണോ ഈ നിർദ്ദേശം പുറത്തിറക്കിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സത്യപ്രതിജ്ഞാ വേളയിലും നിയമസഭയിലും വന്ദേമാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട നയം മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അഖിലേന്ത്യാ തലത്തിൽ UPAയും കോൺഗ്രസും UDFും സ്വീകരിച്ചു പോരുന്ന നയം തന്നെയാണ് ഇപ്പോഴുള്ളത്. പുതിയ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട നിയമപരമായ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച ശേഷം വിശദീകരിക്കാമെന്നും PK കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വന്ദേമാതരം പൂർണ്ണമായും കർശനമായും ആലപിക്കണമെന്ന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും പുറത്തുവന്നത് രാജ്ഭവന്റെ ഇടപെടൽ മൂലമാണെന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ വ്യക്തമാക്കിയിരുന്നു. രാജ്ഭവനിൽ നിന്നോ ഗവർണറിൽ നിന്നോ ഒരു നിർദ്ദേശം വരുമ്പോൾ അത് ബന്ധപ്പെട്ടവർക്ക് കൈമാറുക മാത്രമാണ് ചീഫ് സെക്രട്ടറി ചെയ്തത്. ഇത് സംസ്ഥാന സർക്കാർ പുതുതായി ഉണ്ടാക്കിയതോ നൽകിയതോ ആയ നിർദ്ദേശമല്ല. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കർശന നിർദ്ദേശങ്ങളും പുതിയ നിയമങ്ങളും നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഓഗസ്റ്റ് 9 മുതൽ 17 വരെയുള്ള വിവിധ പരിപാടികളിൽ വന്ദേമാതരം ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ സർക്കുലറിലെ നിർദ്ദേശം. മുഴുവനായും ആലപിക്കുന്നതിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് എതിർപ്പുന്നയിക്കുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരമൊരു സർക്കുലർ പുറപ്പെടുവിച്ചത് ചർച്ചയായിട്ടുണ്ട്.